ആ വീഡിയോന്ന് എങ്ങനെ സെയിൽ ഉണ്ടാക്കാം, അതായത് പെയ്ഡ് ആഡ് ഇല്ലാണ്ട് തന്നെ ആ ലൈക്ക് ഇൻസ്റ്റാഗ്രാം എസ് എ പ്ലാറ്റ്ഫോം, അവിടെ നമുക്ക് നല്ല വീഡിയോസ് എങ്ങനെ ഇട്ടിട്ട് നല്ല റീച്ച് ഉണ്ടാക്കാം, അവിടെ നിന്ന് എങ്ങനെ സെയിൽ ഉണ്ടാക്കാം. സോ ആ കണ്ടന്റിനോടുള്ള പാഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏജൻസി സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എനിക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒന്ന് എൻഹാൻസ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. എന്നാൽ അഖിലിന്റെ റൂട്ട് നേരെ തിരിച്ചായിരുന്നു. ഓക്കെ, അവനിൽ എന്തോ കഴിവുണ്ട്, ഇവനെ എങ്ങനെ വളർത്താം, അവരെ എങ്ങനെ ആ ഒരു സൈഡിൽ മറ്റുള്ളവരുടെ ഇതിനെ എങ്ങനെ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അഖിൽ ആദ്യം മുതലേ ചിന്തിച്ചിരുന്നത്. അങ്ങനെ അവരിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അഖിൽ സഹായിച്ചു. അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പറയാൻ അഖിൽ തന്നെ പറയും, അഖിൽ തന്നെ ഇപ്പം ടൈപ്പ് ആയിട്ട് നിൽക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണ്? ക്ലോത്തിങ്ങും ജ്വല്ലറിയിലും ഒക്കെ ആണെങ്കിൽ, ക്ലോത്തിങ്ങും ജ്വല്ലറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സൗത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മോസ്റ്റ്ലി എല്ലാ അക്കൗണ്ട്സും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ 4 മില്യൺ 2 മില്യൺ 1 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉള്ള പ്രൊഫൈൽസ് ഫ്രം സ്ക്രാച്ച് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്ന പ്രൊഫൈൽസ് ആണ്. സോ അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡേ 1 നമുക്ക് അത്രയും റീച്ച് ഉള്ളതായിരുന്നില്ല. ലൈക്ക് ഓൺ ദ ഗോൾ ഫ്രം സീറോ നമ്മൾ തുടങ്ങിയ പ്രൊഫൈൽസ്, ആ ജേണി എന്ന് പറഞ്ഞാൽ നമ്മളും അവരും ഒരുമിച്ചറിഞ്ഞത് നമ്മുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. സോ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ മിലൻ ലൈക്ക് മിലന്റെ ഓപ്പണിങ്ങിന് ഈവൻ നമ്മൾ മൈൽ സ്റ്റോൺ ആയിട്ട് വരെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അപ്പൊ ആ ഒരു ജേണിയിൽ നമ്മൾ എത്താന്ന് പറഞ്ഞാൽ ഹാപ്പി.